ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിങ്ങിനെ കുറിച്ചാണ്. ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു പുറത്തു പോയതിൻ്റെ വീഡിയോ അങ്ങനെ വേണേൽ പറയാം. ഷോപ്പിംഗ് എന്ന് പറയുന്ന കാര്യമായിട്ട് എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമല്ലോ. ഞങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്കിന്ന് നൈറ്റ് ഓഫ് ആയിരുന്നു, അപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങിയതിന് ശേഷം ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ക്രിസ്മസും കൂടിയാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. പോകുന്ന വഴിക്ക് എനിക്ക് എൻ്റെ ബ്രദറിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അവനിവിടെ അൽക്കൂസ് തന്നെയാണ്, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അൽക്കൂസിലാണ്. അപ്പോൾ അവൻ്റെ അക്കോമഡേഷനും അവിടെ അടുത്താണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവനിവിടെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഞങ്ങളിവിടെ എത്തിയിട്ടും അവൻ റെഡി ആയിട്ടില്ല. അവനിതാ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പോസ്റ്റാക്കിയിരിക്കുകയാണ്. അവനും കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും. സാധാരണ ക്രിസ്മസ് ഞങ്ങൾ അവളുടെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ്, വിഷു, ഓണം ഞങ്ങളിങ്ങനെ മാറി മാറി ഓരോരുത്തരുടെ വീട്ടിലായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ക്രിസ്മസ് ഞങ്ങൾ അവളുടെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവർ ഷാർജയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ആദ്യം അവർ ഇവിടെ ഞങ്ങളുടെ കൂടത്തെ അൽക്കൂസ് തന്നെയായിരുന്നു, പിന്നെ അവരങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. ഇനി അവനെയും കൂടെ കൂട്ടി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ്. ഫെസ്റ്റിവൽ സിറ്റിയിൽ അവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ടൈം ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ കണ്ടതിന് ശേഷം പോകാമെന്നാണ്. അതല്ലെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ടൈം പോവുകയാണെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾ മീരയുടെ വീട്ടിലേക്ക് പോകും. കാരണം അവരൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്യും. മീരയ്ക്ക് ഡ്യൂട്ടിയാണ്, അപ്പോൾ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ എത്താമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല ബിസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങിയത്. പക്ഷെ പ്രതീക്ഷിച്ച അത്ര ബിസിയൊന്നും കാണാനില്ല, അത്യാവശ്യം ഓക്കെയാണ്. സാധാരണത്തെ ബിസി വെച്ച് നോക്കുമ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. അപ്പോൾ വിചാരിച്ചത്ര ബ്ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്ക് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. പല മാളിലും പോയിട്ടുണ്ടെങ്കിൽ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മുൻപ് വരണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. എപ്പോഴും എമിറേറ്റ്സ് മാളും ദുബായ് മാളും അവിടേക്കാണ് ഞങ്ങൾ പോകാറ്. ഫെസ്റ്റിവൽ സിറ്റി മാളിൽ ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാം തുടങ്ങാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ പതിയെ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നുമില്ല. എനിക്കൊരു ഷൂ മേടിക്കണം, പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള ഗ്രോസറീസും മേടിക്കണം. അതുമാത്രം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഷോപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ ഷൂ നോക്കാൻ വേണ്ടിയിട്ട് അണ്ടർആർമേഴ്സിലേക്ക് കയറി. എപ്പോഴും ഷൂ നോക്കുന്ന ടൈമിൽ ഞാനെപ്പോഴും വൈറ്റ് ഷൂ ആണ് പ്രിഫർ ചെയ്യാറ്. ഇവിടെ നിന്ന് എനിക്ക് ഷൂ നോക്കുമ്പം വൈറ്റ് ഷൂയിലേക്ക് തന്നെയാണ് ഞാൻ ഫസ്റ്റ് പോയത്. പക്ഷേ എൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈസിനുള്ള ഷൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ഷൂവിൻ്റെ സൈസ് അധികം ഉണ്ടാവാറില്ല. ആദ്യം തന്നെ ഒരു വൈറ്റ് ഷൂ എൻ്റെ കണ്ണിൽ ഞാൻ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ബാക്കിയുള്ള ഷൂ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. എടുക്കുന്നതിൻ്റെ മുൻപ് ജസ്റ്റ് ഞാൻ എല്ലാ ഷൂവിലേക്കൊന്ന് വെറുതെ നോക്കി. ഞാൻ എന്താണെങ്കിൽ ആ വൈറ്റ് ഷൂ ആദ്യം കണ്ട ഷൂ എൻ്റെ മൈൻഡിലുണ്ട്, അതെടുക്കാനുള്ള പ്ലാനിൽ തന്നെയാണ് ഞാൻ. പിന്നെ ഞാൻ വേറെ ഷൂസൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം കണ്ട ആ വൈറ്റ് ഷൂ തന്നെയാണ്. അതെനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ സൈസിൽ തന്നെയാണെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ഫിക്സ് ആക്കാമെന്ന്. അപ്പം ഞാൻ അജുവിനോട് ചോദിച്ചപ്പോൾ അജുനും ഓക്കെയാണ്. അജുനും വൈറ്റ് ഷൂസ് തന്നെയാണ് എപ്പോഴും, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും വൈറ്റ് ഷൂസ് തന്നെയാണ് എടുക്കാറുള്ളത്. അങ്ങനെ ആ ഷൂ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അത് ഫിക്സ് ചെയ്തു. ഇവിടെ നിന്ന് 30% ഓഫർ ഉണ്ട് ഷൂസിന്. അതുകൊണ്ട് തന്നെ റേറ്റിൽ വലിയ എന്താ പറയുക, അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് ഷൂ കിട്ടി. എനിക്കത് കണ്ടതിനേക്കാളും കുറച്ചും കൂടി ആ ഷൂ ഞാൻ ഇട്ട് നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടി ഇഷ്ടമായി. അതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ കറക്റ്റ് സൈസിലുള്ള ഷൂ കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ ഇന്ന് അമ്മയും പിന്നെ ഏടനും കൂടെ ഉണ്ട് ഷോപ്പിങ്ങിന്. ഏടനെയും കൊണ്ട് ഷോപ്പിങ്ങിന് വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. അവനിങ്ങനെ ഓടി നടന്ന് എല്ലാ സാധനങ്ങളും വലിച്ചിടും, അതാണ് അവൻ്റെ ഒരു രീതി. പക്ഷേങ്കിൽ അവനെയും കൊണ്ടാണ് ഞാനെപ്പോഴും ഷോപ്പിങ്ങിന് പോകാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓഫ് ഡേയ്സിൽ മാത്രമാണ് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മാക്സിമം പുറത്ത് പോകുമ്പോഴൊക്കെ അവനെയും കൊണ്ടാണ് പോവാറ്.
അവനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകാനും ഇതുപോലെ ഓടിച്ചാടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവനിങ്ങനെ ഓടി നടക്കണം, നമ്മളതിനിങ്ങനെ വിട്ടുള്ളൂ. അവനിങ്ങനെ എടുത്തോ അല്ലെങ്കിൽ സ്റ്റോളറിൽ വെച്ചാലോ അവനത് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അവനെ ജസ്റ്റ് ഒന്ന് അതുവഴി നടക്കാനും ഓടാനൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ മെല്ലെ ലുലുവിലേക്ക് കയറി. ലുലു ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറീസാണ് മെയിനായിട്ട് മേടിക്കാനുള്ളത്. ഓൾമോസ്റ്റ് ഞങ്ങൾ 1 വീക്കിലേക്കുള്ള സാധനങ്ങളാണ് മേടിച്ച് വെക്കാറ്. എവറി വീക്ക് ഞങ്ങൾ സാധനം മേടിക്കും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തീരുകയാണെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ അടുത്തുള്ള ബ്ലൂ മാർട്ടിൽ നിന്നാണ് മേടിക്കാറ്. അല്ലാതെ ഞങ്ങൾ ഇവിടെ ലുലുവിൽ വന്നിട്ടാണ് സാധനം മേടിക്കാറ്. അപ്പം ഈടനെ ജസ്റ്റ് അതിലേക്ക് കയറ്റിയിരുത്തി ഞങ്ങൾ സാധനങ്ങൾ പതിയെടുക്കാൻ തുടങ്ങി. അവനെ താഴെ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പുറകെ നടക്കാനേ ടൈം ഉണ്ടാവും. സാധനങ്ങളൊന്നും എടുക്കാൻ അവൻ സമ്മതിക്കില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് അവൻ ഒരുപാട് നേരം ഇരിക്കുകയൊന്നുമില്ല. അവൻ ഭയങ്കര ഹാപ്പിയാണ്. കാണുന്ന ആൾക്കാരോടൊക്കെ ഹായ് ഒക്കെ പറഞ്ഞ് അവൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ കുറേ നേരം അവൻ ഇരിക്കുന്നില്ല. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ വാശി പിടിച്ച് താഴെ ഇറങ്ങും. ഞങ്ങൾ മെയിനായിട്ട് വെജിറ്റബിൾസാണ് എടുത്തത്. ഞങ്ങൾക്ക് ഷാർജയിലും കൂടെ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫിഷും മീറ്റൊക്കെ സ്കിപ്പ് ചെയ്തു. കാരണം അവിടെ നിന്ന് എപ്പോഴാണ് തിരിച്ച്